ആസ്വാദനത്തിന്റെ അമൃത് പൊഴിയുന്ന അത്ഭുത നിമിഷം ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നാദമായി, രാഗമായി, താളമായി റെഡ് കാർപ്പറ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാളത്തിന്റെ മകളായി വന്ന്, പിന്നെ അനിയത്തിയായി വന്ന്, പിന്നെ പ്രിയ നായികയായി മാറിയ ചിപ്പി രഞ്ജിത്ത്. സോ ലെറ്റ്സ് വെൽക്കം ചിപ്പി രഞ്ജിത്ത്. എന്തായാലും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ, അതായത് മകളായിട്ട് വന്നു, പിന്നെ അനിയത്തിക്കുട്ടി ആയിട്ട് വന്നു, പിന്നെ നായികയായി വന്നു. അങ്ങനെ ഏത് വേഷം ചെയ്താലും മലയാളികളെല്ലാം അത് സ്വീകരിച്ചിരുന്നു. എല്ലാത്തിലും ചേച്ചിയുടെ ഒരു ഒരു തനിമ, ഒരു മലയാള തനിമ, ഒരു വാത്സല്യം, സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു. അനിയത്തിയുടെ കാര്യം പറയുമ്പോൾ ജാൻസി ചാക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു അല്ലെ? സ്ഫടികം എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടന്റെ അനിയത്തി കുട്ടിയായിരുന്നു. ചേച്ചിയുടെ ഒരു വ്യൂ പോയിന്റിൽ ആ സിനിമയെ നോക്കി കാണുമ്പോൾ എന്താ തോന്നുന്നത് ആ സിനിമയെ കുറിച്ചിട്ട്? ആക്ച്വലി എന്റെ തേർഡ് മൂവിയാണ് സ്ഫടികം. അപ്പം ഈ റോളിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. പിന്നെ ഭദ്രൻ സാറിന്റെ പടം, ലാലേട്ടന്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അതെന്നും ഉണ്ടല്ലോ. വന്നപ്പോ തന്നെ ഞാൻ എന്തായാലും ചെയ്യും. അങ്ങനെ ചെയ്യണോ വേണ്ടെന്നൊന്നും ഒരു കൺഫ്യൂഷനേ ഇല്ലല്ലോ. അത് ചെയ്യുന്നുണ്ട്, നമുക്ക് വന്നു ഓക്കെ നല്ലതാ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ചന്ദ്രദാസ് എന്ന അച്ഛനെയാണോ ആടുതോമ എന്ന വലിയ ഏട്ടനെയാണോ ഏറ്റവും ഇഷ്ടം? ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. രണ്ടുപേരെ ഇഷ്ടമാണ്. അച്ഛനും ചേട്ടൻ. അതെ, അങ്ങനെയാണ്, രണ്ടുപേരെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ആടുതോമയിലെ ചേട്ടനെയായിരുന്നു ഇഷ്ടം അച്ഛനേക്കാളും. കാരണം അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇങ്ങനെ നമ്മള് ഇങ്ങനെ പേടിച്ച് തിലകൻ അങ്കിൾ ആ പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു, അവരൊക്കെ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ വരുന്നത് റോളിന്. നമ്മളാണിങ്ങനെ ജസ്റ്റ് പോയിട്ട് ആകാന്തം വിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനൊരു കാരണം ഒരുപാട് പടങ്ങളിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ. റിയൽ ലൈഫിൽ അതേപോലെ ഒരു മാഷ് ചേച്ചി മീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്? എന്താ ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് ഞാൻ ചാക്കോ മാഷിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്ഫടികത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചേച്ചിക്ക് ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, അതായത് അവിടെ നടന്നിട്ട് ഇപ്പം കുറെ ടേക്സ് എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലൈവായിട്ട് പ്രേക്ഷകർക്ക് അറിയാത്ത ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആക്ച്വലി അതിന്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് എന്റേതായിരുന്നു. ആ സിനിമയുടെ ഐശ്വര്യമാണ്. ഏതായിരുന്നു ആ ഫസ്റ്റ് ഷോട്ട്? അത് കല്യാണം കഴിഞ്ഞിട്ട് ചേർച്ചിലുള്ള ഷോട്ടായിരുന്നു. അതായിരുന്നു, ഞാനിങ്ങനെ നടന്നു വരുന്നതായിരുന്നു, ഇതിലെ കൂടെ നടന്നു വരുന്ന ഷോട്ട്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് നടന്നു വരുന്നത്. ശരിക്കും സിനിമയുടെ ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ഒരു എലമെന്റ് സീൻ ആയിരുന്നു. ഫസ്റ്റ് ഡേ അവിടെ ചേർച്ചിലായിരുന്നു ഷൂട്ട്. അടുത്ത ദിവസമാണ് എല്ലാരും ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യ നായിക അല്ലെങ്കിൽ കുറെ സിനിമകളിലുണ്ട് കേട്ടോ, കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ പടങ്ങളില് സോപാനം എന്റേതായിരുന്നു ഫസ്റ്റ് ഷോട്ട് എടുത്ത്. CID ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറെ സിനിമകൾ എന്റെ ഫസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ചിപ്പിയുടെ മുഖത്ത് ക്യാമറ ഇങ്ങനെ അത്, പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആ ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചോദിച്ചു അതിനെ ടപ്പേ പടപടേ എന്ന് ആൻസർ പറയണം. ഫസ്റ്റ് തന്നെ, നിങ്ങളൊരു ഇന്ത്യൻ ഒരു സെലിബ്രിറ്റിയുമായി ഒരു ഡേറ്റ് ചെയ്യാൻ ആഗ്രഹം, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ആരായിരിക്കും? മലയാളം വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ബോളിവുഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ആക്ടർ. ചുമ്മാ ഒരു ഡേറ്റ് പോ ചേച്ചി, വേറെ കൂടുതൽ ഷാറുഖ് ഖാൻ. ഞാൻ ഓൾറെഡി പോവാനിരുന്നതായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ചേച്ചി ഷാറുഖ് ഖാനെ വിളിക്കുകയാണ്. അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു ഫിലിം? അങ്ങനെ തോന്നിയ മൂവീസ് ഉണ്ട്, പക്ഷെ അതിന്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. വിഷമാവോ? തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു ചാറ്റ് ഷോയിൽ പറഞ്ഞിട്ടുള്ള കള്ളം? ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളമാണെന്ന് അതെ, അത് അങ്ങനെ എനിക്ക് പറയാം. അത് പറഞ്ഞോ? ഇല്ല, കള്ളം പറഞ്ഞിട്ടില്ല. ഇല്ല. മഞ്ജു വാര്യർ, പാർവതി, ഭാവന, ഇതിലൊരു സ്റ്റണ്ണിങ് ആക്ട്രസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരാണ്? മഞ്ജു വാര്യരാണ് ഒരു സ്റ്റണ്ണിങ് ആക്ട്രസ് ആയിട്ട് തോന്നിയത്. ജീവിതത്തിലെ അഭിമാനകരമായ ഒരു മൊമെന്റ്, അഭിമാനം തോന്നിയ ഒരു മൊമെന്റ്? ചിപ്പി ചേച്ചി ഇതോ റെഡ് കാർപ്പറ്റോ? കുറച്ച് മുമ്പല്ലേ പറഞ്ഞു ഞാൻ കള്ളം പറയില്ല. ഇല്ല, അതല്ല, നല്ലതല്ലേ നമ്മളെങ്ങനെ വിളിച്ചു ഒരു ഗസ്റ്റ് ആയിട്ട് വെക്കുന്ന അഭിമാനം. ഓക്കെ, അപ്പൊ വലിയൊരു കൈയ്യടി നമ്മുടെ ഷോയിൽ വന്നത് ചേച്ചിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസമുണ്ടോ? ഇല്ല, ഒട്ടും വിശ്വാസമില്ല. ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ചിപ്പി എന്ന താരം ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യായിരുന്നു?
എന്തെങ്കിലും ബാങ്കിങ് ആയിരുന്നിരിക്കും, കാരണം ഞാൻ പഠിച്ചത് ബികോം ആണ്. ഓ അത് ശരി. And ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കാശ് ഇങ്ങനെ എണ്ണിക്കൊടുക്കുന്നു, അതൊരു രസമല്ലേ, ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്, വിടുന്നില്ല ഞാൻ. ഇത് ഇപ്പൊ കുറെ സമയം എടുത്തു. ഇത്ര പോലും സമയം എടുക്കാതെ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ വേഗം വേഗം പറയണേ. സിനിമ ഓർ സീരിയൽ? ബോത്ത്. ഫാമിലി ഓർ കരിയർ? ഫാമിലി. ഫാമിലി. ജഗദീഷ് ഓർ ജയറാം? ബോത്ത്. ബോത്ത്. ഞാൻ രണ്ടുപേരുടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, എന്നാലും അതിൽ ഒരാളുടെ ഇഷ്ടം പറയാലോ. ഇല്ല, രണ്ടുപേരെ ഇഷ്ടം. ഇല്ല. ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറാ. ഫാറ്റ് ഓർ സ്ലിം? സ്ലിം. സ്ലിം. മൊബൈൽ ഓർ ടിവി? ടിവി. ഗോൾഡ് ഓർ സിൽവർ? ഗോൾഡ്. കാഞ്ചീപുരം ഓർ ചന്തേരി സിൽക്ക്? കാഞ്ചീപുരം. സ്വീറ്റ് ഓർ സ്വീറ്റ് ഓർ സ്പൈസി? സ്വീറ്റ്. സ്റ്റേറ്റ് അവാർഡ് ഓർ നാഷണൽ അവാർഡ്? ബോത്ത്. ബോത്ത്. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ഇപ്പോഴാണ് ചെയ്തെങ്കിൽ സീത എന്ന ക്യാരക്ടറിനെ ആരെ സജസ്റ്റ് ചെയ്യും? എന്നെ തന്നെ. ഞാൻ വിചാരിച്ചു എന്റെ പേര് പറയുന്നത്. ശരി, താങ്ക് യു സോ മച്ച്. അസലായിട്ട് കളിച്ചു നമ്മുടെ ചിപ്പി ചേച്ചിക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? വിളിക്കാം. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു വിഷ്വൽ. യെസ്. ഞാൻ പല്ലവി കൃഷ്ണ. എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. ഇവിടെയാണ് പഠിച്ചതും വളർന്നതും. അച്ഛൻ വയലിനിസ്റ്റാണ്. നെയ്യാറ്റിൻകര ഒരു സ്കൂൾ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിലെ മുതൽ സ്കൂളിലാണ് വളർന്നത്. സോ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. കുഞ്ഞിലെ ഫസ്റ്റ് ഞാൻ പാട്ടായിരുന്നു പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അരങ്ങേറ്റ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കട്ടിയുള്ള ശബ്ദമായതുകൊണ്ട് എനിക്ക് ഹൈ നോട്ട്സ് പാടാനേ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് നോക്കാം. അച്ഛൻ വയലിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വയലിനായിരുന്നു നെക്സ്റ്റ് ഓപ്ഷൻ. ഞാൻ വയലിൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പക്ഷേ വയലിൻ അങ്ങോട്ട് ശരിയായി എനിക്ക് വന്നില്ല. അപ്പോൾ വീണ ഒന്ന് വായിച്ച് നോക്കി. വീണ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെയാണ് വീണയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വായിച്ചു തുടങ്ങിയത്. ഇതാണ് അച്ഛൻ. അച്ഛൻ്റെ പേര് ശിവപ്രകാശ്. ഇത് അമ്മ സുമ, ഹൗസ് വൈഫാണ്. ഞാൻ മാരീഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് സുജിത്ത്, ആർട്ടിസ്റ്റാണ്. പാടും കീബോർഡൊക്കെ വായിക്കും. എൻ്റെ മോളാണ് രുദ്രവല്ലകി. അമൃത TV-യിൽ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഷോയ്ക്ക് കലാകാരായ ഒത്തിരി സ്ത്രീകൾക്ക് പ്രൊമോട്ട് നൽകുന്ന ഈ ഷോയിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ, അതായത് വീണാനാദം അല്ലെങ്കിൽ വീണ കൊണ്ട് വിസ്മയം തീർക്കാനായിട്ടുള്ളൊരു കലാകാരിയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പല്ലവി. സെയിം പിഞ്ച്. ഞങ്ങൾ രണ്ടൊരു മാച്ചിങ് ആയിട്ട് വന്നു. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. വീട്ടിലെല്ലാവർക്കും സുഖം? വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. മോൾ എന്ത് പറയണു? കുസൃതിയാണ്. ഒരു വീട്ടമ്മയാണ്, ഒരു അമ്മയാണ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ കൂടെ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. അതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് അല്ലേ? എങ്ങനെയാണ് ഒരു ദിവസം, പല്ലവിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തീരുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ സ്വാതിരുന്ന സംഗീത കോളേജിൽ പഠിക്കുവാണ്. അപ്പോൾ രാവിലെ എണീച്ചാൽ ക്ലാസ്സിന് കയറണം. ഉച്ചയാവും ക്ലാസ് തീരുമ്പോൾ തന്നെ. പിന്നെ അടുത്ത് മോളെ കാര്യങ്ങൾ നോക്കണം. അത് തന്നെയാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ രാത്രിയാവും. അതിനിടെ ഇച്ചിരി സമയം. നമ്മുടെ മകളുടെ പേരെന്തായിരുന്നു? രുദ്രവല്ലകി. രുദ്രവല്ലകി. നല്ലൊരു പേരല്ലേ? അപ്പൊ മോളെയും ഇതുപോലെ ഒരു വീണ അല്ലെങ്കിൽ സംഗീതമൊക്കെ പഠിപ്പിക്കണം എന്ന് ഇപ്പോഴേ മനസ്സിലുണ്ടോ? നമുക്ക് 1 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മള് ശ്രുതി ബോക്സ് ഒക്കെ ഇടുമ്പോൾ മൂളും. ചെറുതായിട്ട് എന്തായാലും ഒരു പാട്ടുകാരിയാക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതെ. അച്ഛനാണ് കൂടെ വന്നിരിക്കുന്നത് അല്ലേ? അച്ഛൻ ഒരു മ്യൂസിക് വയലിനിസ്റ്റ് ആണ്. നെയ്യാറ്റിൻകരയില് സ്കൂൾ ഇട്ടിരിക്കുകയാണ്. നമുക്ക് അച്ഛനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അച്ഛാ നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്തേ. അപ്പൊ എന്തായാലും പല്ലവിയുടെ യാത്രയുടെ തുടക്കം താങ്കളിൽ നിന്നായിരുന്നു.
അപ്പൊ ഏത് വയസ്സിലാണ് പല്ലവീനെ കൊണ്ട് ഈ വീണ പഠിപ്പിക്കാനൊക്കെ ചേർത്തത്? ഞാൻ വയലിനാണ് വായിക്കുന്നത്. ആ അപ്പം ഞാൻ വായിക്കുമ്പോഴേ അത് എൻ്റെ അടുത്തിരുന്ന് വായിക്കാൻ സമ്മതിക്കില്ല. കുഞ്ഞുനാൾ അതിനെ പിടിച്ച് വാങ്ങിക്കുകയും കുറച്ച് വളർന്നു വന്നപ്പോൾ ഒരു 7 വയസ്സായപ്പോൾ അവളുടെ ആ വയലിൽ നിന്ന് ട്രെൻഡ് മാറി വീണയിലോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ശരി. അപ്പോൾ അത് മുതൽ പഠിപ്പിച്ചു തുടങ്ങി. എന്തായാലും റെഡ് കാർപ്പറ്റിൽ നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലും നമ്മുടെ പല്ലവിയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയൂ, എന്താ നമ്മുടെ പെർഫോം ചെയ്യാൻ പോകുന്ന ആദ്യം? വെട്ട സിനിമയിലെ ഒരു കാതിലോല എന്ന് പറയുന്ന song. വെട്ടം സിനിമയില് അത് നല്ലൊരു സോങ് ആണ്. അപ്പൊ അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായിട്ട് വീണയിൽ വായിക്കാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. Thank you.
പല്ലവി അസലായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് പാട്ട് പാടുമ്പോൾ പോലെ തന്നെ നന്നായിട്ട് വായിച്ചു. നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ കുറച്ചാൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് ആദ്യം നോക്കിയതേ പാട്ട് പാടി നോക്കാനായി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു കീർത്തനം വരെയൊക്കെ എത്തിയുള്ളൂ. അപ്പോഴേക്ക് പിന്നെ continue ചെയ്തില്ല അല്ലേ? പറ്റിയില്ല. ശരിക്കും നല്ലൊരു നന്നായിരുന്നു മോളെ, നന്നായിരുന്നു മോളെ, നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സോങ് സെലക്ഷൻസ് ആയിരുന്നു. എന്തായാലും ആ ഒരു അറ്റംപ്റ്റിന് വലിയൊരു കയ്യടി. ആൻഡ് ഞങ്ങളുടെ ഈ ഷോയിൽ വന്ന് നമുക്ക് വേണ്ടി നല്ല പാട്ടുകൾ വീണയിലൂടെ കേൾപ്പിച്ചു തന്നതിനും ഒരു താങ്ക്സ്. അപ്പൊ ഒരു സമ്മാനം തരാം അല്ലേ? റെഡി അല്ലേ? സ്വയംവര സിൽക്സ് നൽകുന്ന 2 ഗിഫ്റ്റ് വൗച്ചറും കൂടി ഉണ്ട്. അപ്പോൾ സ്വയംവര സിൽക്സിന്റെ ഈ സമ്മാനം കൂടി അങ്ങ് ഏറ്റു വാങ്ങാം. താങ്ക് യു സോ മച്ച് പല്ലവി. പല്ലവിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വീണയിൽ ഇത്രയെങ്കിലും വായിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും അനുഗ്രഹമാണ്. എനിക്ക് ഇനിയും നന്നായിട്ട് തന്നെ വായിക്കാൻ കഴിയണമെങ്കിൽ അവരെ അനുഗ്രഹം വേണം. അതെ, അപ്പൊ എല്ലാ ഗുരുക്കന്മാരും ഇത് കാണുന്നുണ്ടാവും. എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. സോ എന്തായാലും ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കണ്ടസ്റ്റന്റുമായി നമ്മൾ തിരിച്ചെത്തും. കീപ് വാച്ചിങ് us. ടാറ്റാ, ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.